ഹൃദയത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. 30 വയസ്സിന് ശേഷം എല്ലാവരും തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് യാതൊരു തര കുഴപ്പമില്ല എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ കഴിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട 6 കാര്യങ്ങളാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ പാലിക്കുക, അമിതമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുക, മദ്യപാനശീലവും പുകവലിശീലവും കുറയ്ക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണയോ നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മരുന്നിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ പ്രോപ്പറായിട്ട് പാലിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. മരുന്ന് മാത്രം കഴിച്ചത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടണമെന്നില്ല. പ്രോപ്പറായിട്ടുള്ള എക്സസൈസും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട പ്രധാന ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒന്നാണ് ചോറ് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ചോറിൽ നമ്മൾ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടതാണ്. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എപ്പോഴും തവിടുള്ള അരിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ദിവസത്തിൽ ഒരു നേരമായിട്ട് ചോറ് കഴിക്കുന്നതായിട്ട് നമ്മൾ ചുരുക്കേണ്ടതാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ ചോറ് ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റ് കറികളും സാലഡുകളും നമ്മൾ കൂടുതലായിട്ട് ഇതിനോടൊപ്പം യൂസ് ചെയ്യേണ്ടതാണ്. ചോറ് അധികമായിട്ട് കഴിക്കുന്നവർ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. തവിടുള്ള അരി കഴിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. വൈറ്റ് റൈസ് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരിലും കണ്ടുവരുന്ന മറ്റൊരു സംശയമാണ് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എണ്ണയാണ് ഏറ്റവും നല്ലതെന്ന്. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടുള്ളത് ഒന്നാണ് നമ്മുടെ ഒലീവ് ഓയിൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മുടെ വെളിച്ചെണ്ണയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയെക്കാട്ടിലും കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മറ്റ് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കൂടുതൽ നൽകുന്നത് നമുക്ക് ഒലീവ് ഓയിലാണ്. ഒലിവ് ഓയിലിന്റെ ടേസ്റ്റ് നമുക്ക് മിക്കവർക്കും ഇഷ്ടമല്ല. എന്നാലും നമുക്ക് സാധിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ നമ്മളെ ഭക്ഷണം പാകം ചെയ്യാൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലത്. നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുവാനും നല്ല കൊളസ്ട്രോൾ കൂട്ടുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവോക്കാഡോയുടെ ഓയിലും നമുക്ക് വളരെയധികം നല്ലതാണ്. കടുകെണ്ണ നല്ലതാണ്. ഏത് എണ്ണയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നും വരികയില്ല. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റൊന്നാണ് മത്സ്യങ്ങൾ. എല്ലാത്തരം ചെറിയ മീനുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അയലയും മത്തിയും അതുപോലെ തന്നെ ചെറിയ കൊഴുവ് പോലത്തെ ചെറിയ മീനുകളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പുഴ മീനുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മീനുകളിൽ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. ഇറച്ചിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൻ, അതുപോലെ തന്നെ പോർക്ക്, പന്നിയിറച്ചിയൊക്കെ നമുക്ക് അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇറച്ചിയിൽ നമുക്ക് ഏറ്റവും നല്ലത് തൊലി കളഞ്ഞ ചിക്കൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ദിവസവും നമുക്ക് ഒരു 25 മുതൽ 50 ഗ്രാം നമുക്ക് കറിയായിട്ട് യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് യാതൊരു തര പ്രോബ്ലംസും ഇല്ല. അധികം വറുത്ത് പൊരിച്ച് ചിക്കൻ നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. കറിയായിട്ട് കഴിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട നമുക്ക് ദിവസേന കഴിക്കാവുന്നതാണ്. മുട്ടയുടെ വെള്ള നമുക്ക് വേണമെങ്കിൽ 1-2 നമുക്ക് ദിവസേന കഴിക്കാവുന്നതാണ്. മുട്ട മഞ്ഞക്കരുവോട് കൂടിയിട്ട് നമുക്ക് ആഴ്ചയിൽ 2-3 കഴിക്കുന്നത് കൊണ്ട് യാതൊരു തര പ്രോബ്ലംസും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് വളരെയധികം അനിവാര്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്. സിട്രസ് ഫ്രൂട്ട്സ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഗുണങ്ങൾ നൽകുന്നുണ്ട്. അമിതവണ്ണം കാരണം നമുക്ക് ഹൃദ്രോഗം വരുന്നവർക്ക് സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെയധികം
നല്ലതാണ്. ഓറഞ്ച് കഴിക്കാവുന്നതാണ്, ബെറീസ് കഴിക്കാവുന്നതാണ്, ബ്ലൂബെറീസ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ബ്ലൂബെറീസ് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിട്ട് നമുക്ക് ലഭിക്കാറില്ല. കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്ലൂബെറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഗുണങ്ങൾ നമുക്ക് നൽകുന്ന പേരയ്ക്ക വളരെ ഗുണം ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ പപ്പായ കഴിക്കാവുന്നതാണ്, പൈനാപ്പിൾ കഴിക്കാവുന്നതാണ്, വാട്ടർമെലോൺ തണ്ണിമത്തൻ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കുവാനൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നമുക്ക് അധികമായിട്ട് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ, എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് കഴിക്കാം. പ്രധാനമായിട്ടും ഇലക്കറികൾ, ചീരയില, മുരിങ്ങയിലയൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. വെണ്ടയ്ക്ക കഴിക്കാം, ബ്രോക്കോളി കഴിക്കാം, തക്കാളി നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അധികം നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ കുറെ ഡീപ് ഫ്രൈ ചെയ്യാതെ ചെറുതായിട്ട് നമ്മൾ വേവിച്ച് എണ്ണ കുറച്ച് നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് ദിവസേന നമുക്ക് കഴിക്കാവുന്നതാണ്. ധാരാളമായിട്ട് ഈ പച്ചക്കറികൾ നമ്മൾ യൂസ് ചെയ്യുക. ഫൈബർ ധാരാളമായിട്ടൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. മറ്റൊന്നാണ് നമ്മുടെ നട്ട്സുകളും സീഡ്സുകളും. നമുക്ക് ദിവസേന നമ്മൾ ഒരു പിടി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പ്രധാനമായിട്ടും നമുക്ക് ആൽമണ്ട്സ് അഥവാ ബദാം അല്ലെങ്കിൽ വാൾനട്ട്സ് കഴിക്കാവുന്ന, ഫ്ലാക്സ് സീഡ് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഒരു പിടി വാൾനട്ട്, ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ദിവസേന നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടുവാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുവാനും ധാരാളം വിറ്റമിൻസും മിനറൽസും നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വളരെയധികം ഗുണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചിയാ സീഡ് ഒക്കെ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതും നമുക്ക് വെയിറ്റ് കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും കൊഴുപ്പ് കുറയ്ക്കുവാനും ഹൃദയത്തിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് നല്ലൊരു ഭക്ഷണമാണ്. അരിക്ക് പകരമായിട്ട് നമുക്ക് ഓട്സ് കൊണ്ടുള്ള പല വിഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓട്സ് നമുക്ക് കുറച്ച് ഫാറ്റ് കുറഞ്ഞ പാലിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഓട്സ് ഉപ്പുമാവാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഓട്സിന്റെ പുട്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇത് നമുക്ക് അരി ആഹാരത്തിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചോറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ വളരെ അധികം കൂടി നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഓട്സ്, അതിന് പകരമായിട്ട് ഓട്സ് കഴിക്കുമ്പോൾ നമുക്ക് അത്രയധികം നമുക്ക് ഷുഗർ ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടാനുള്ള ചാൻസസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് പകരം നമുക്ക് ഓട്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ദിവസേന ഓട്സ് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഒരു ദിവസം നമുക്കിപ്പം നമ്മുടെ ഡയറ്റിൽ നമുക്കൊരു ചേഞ്ചസ് വരാം. ഒരു ദിവസം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സിനെ വിഭവമാക്കാം, നെക്സ്റ്റ് ഡേ നമുക്ക് ഗോതമ്പിന്റെ വിഭവങ്ങളാക്കാം, അതിന്റെ അടുത്ത ദിവസം നമുക്ക് റാഗി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ അടുത്ത ദിവസം വേണേൽ നമുക്ക് അരിയാഹാരം വെച്ച് നമുക്ക് പുട്ട് അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ദിവസവും മാറി മാറി നമുക്ക് ഓരോ വിഭവങ്ങൾ നമുക്ക് ഇതാക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ അരി അടങ്ങിയിട്ടുള്ള ഇത് വെച്ചിട്ടുള്ള ഇഡ്ഡലി, ദോശ, പുട്ട് അതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയായിട്ട് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ. മധുരക്കിഴങ്ങ് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഈ ആന്റി ഓക്സിഡന്റ്സ് നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വളരെയധികം സഹായം നൽകുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ 1-2 ഒക്കെ നമുക്കൊരു നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൽ വിറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും നമ്മുടെ ശരീരത്തിൽ അമിത കൊഴുപ്പ് കൺട്രോൾ ചെയ്യാനും പല ഡ്രിങ്ക്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കറുവപ്പട്ട ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേനോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ ജ്യൂസൊക്കെ ചേർത്തിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ചിയാ സീഡ് സോക്ക് ചെയ്ത വെള്ളം കുടിക്കാവുന്നതാണ്. നമുക്ക് ചില ദിവസങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം വളരെയധികം നല്ലതാണ്. ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. കറ്റാർ വാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങുക, എക്സസൈസ് നമ്മൾ ഒരു 30 to 45 മിനിറ്റ് എങ്കിലും നമ്മൾ ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക. ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ദിവസേന നടക്കുന്നത് നല്ലൊരു എക്സസൈസ് ആണ്. അത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ അധികമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ മാക്സിമം യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അധികം എണ്ണയിൽ വറുത്ത് പൊരിച്ച ഭക്ഷണങ്ങളും പാക്കറ്റ് ഫുഡുകളും ചിപ്സുകളും ബേക്കറി ഐറ്റംസും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓൾറെഡി ഹൃദയരോഗങ്ങൾ ഉള്ളവർക്കും അതുപോലെ തന്നെ 30 വയസ്സിന് ശേഷം ഉള്ളവർക്കും ഈ ഒരു ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യവും നമ്മുടെ ടോട്ടൽ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.